Hello dear children, this is the second part of your 8th chapter, Motions of the Earth. Today we will discuss revolution, leap year and how the seasons happens. First topic is revolution. Revolution. The earth does not seem to move, but it is moving all the time. It rotates in its axis. At the same time, it also moves around the sun in its orbit. This is called revolution. Look at this picture. ഈ പിക്ചറിലോട്ട് എല്ലാവരും നോക്കേ. എർത്ത് അതിൻ്റെ ആക്സിസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. നോക്കിയേ, ഈ ഒരു ലൈൻ കണ്ടോ? ഈ ആക്സിസിലാണ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുപോലെ സണ്ണിന് ചുറ്റുമാണ് എർത്ത് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. ഇതിനെയാണ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. എർത്ത് rotate on its axis and at the same time it also moves around the sun in its orbit. ഈ ഓർബിറ്റിലാണ് ഇതിങ്ങനെ മൂവ് ചെയ്യുന്നത്. So this movement is called the revolution. ഈ ഒരു മൂവ്മെന്റിനെയാണ് revolution എന്ന് പറയുന്നത്. It takes 365 days and 6 hours to complete one revolution around the sun. This is why a year usually have 365 days. സപ്പോസ് ഈ ഒരു പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടുന്ന് എർത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് തിരിച്ച് ആ ഒരു പോയിന്റിലോട്ട് തന്നെ വരാനായിട്ട് 365 ഡേയ്സും 6 അവേഴ്സും വേണം. ഒരു പ്രാവശ്യം എർത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരാൻ എടുക്കുന്ന ടൈമാണ് 365 ഡേയ്സ് ആൻഡ് 6 അവേഴ്സ്. സോ നമ്മൾ ഒരു ഇയർ എന്ന് പറയുന്നത് 365 ഡേയ്സ് ആയിട്ടാണ് പറയുന്നത്, 1 ഇയർ എന്ന് പറയുന്നത്. Then leap year. A year usually have 365 days, but the earth takes 365 days and 6 hours for a complete orbit. ഒരു ഇയർ എന്ന് നമ്മൾ പറയുന്ന 365 ഡേയ്സ് ആണ്. പക്ഷെ എർത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരാൻ എടുക്കുന്ന ടൈം എത്രയാണെന്ന് പറഞ്ഞ് 365 ഡേയ്സ് പ്ലസ് 6 അവർ. അപ്പോൾ 6 അവേഴ്സ് അവിടെ കിടപ്പുണ്ട്. ദെൻ നെക്സ്റ്റ് ഇയറും ഇതുകൂട്ട് 365 ഡേയ്സ് പ്ലസ് 6 അവർ. അപ്പോൾ ഫസ്റ്റിലെ ഈ 6 അവറും നെക്സ്റ്റ് 6 അവറും കൂടെ കൂടുമ്പോൾ 12 അവേഴ്സ്. ദെൻ തേർഡ് ഇയറും ഇതുകൂട്ട് തന്നെയാണ് 365 ഡേയ്സ് പ്ലസ് 6 അവർ. അപ്പം 6 പ്ലസ് 6 പ്ലസ് 6 18. ദെൻ ഫോർത്ത് ഇയർ ആകുമ്പോൾ വീണ്ടും 6 അവേഴ്സ് കൂടെ ബാലൻസ് വരും. അപ്പോൾ പ്ലസ് 18 പ്ലസ് 6 24 അവേഴ്സ് എന്ന് പറയുന്നതാണ് 1 ഡേ, ഒരു ദിവസം. അപ്പോൾ 4 ഇയേഴ്സ് കൂടുമ്പോൾ ലീപ്പ് ഇയർ ആകും. അതായത് അഡീഷണൽ ആയിട്ട് ഒരു എക്സ്ട്രാ ഒരു ഡേ ഉണ്ടാകും. ഈ എക്സ്ട്രാ ഡേ ഫെബ്രുവരിയിലാണ് ഉണ്ടാകുന്നത്. The 6 extra hours from each year are added up. In 4 years, these become 24 hours. These 24 hours are usually to 1 day and this is an extra day. Every 4th year, this extra day is added to a year. The year with an extra day is called a leap year. The year with an extra day is called a leap year. Extra വരുന്ന ആ ഒരു ദിവസത്തെയാണ് നമ്മൾ leap year എന്ന് പറയുന്നത്. The extra day is added to February. So in a leap year, February has 29 days. ഫെബ്രുവരിയിലാണ് ഈ ലീപ്പ് ഇയർ വരുന്നത്. എ ലീപ്പ് ഇയർ ഹാസ് 366 ഡേയ്സ്. ലീപ്പ് ഇയർ സാധാരണ ഒരു ഇയർ എന്ന് പറയുന്നത് 365 ഡേയ്സ് ആണ്. ലീപ്പ് ഇയർ വരുമ്പോൾ 366 ഡേയ്സ് വരും. ആൻഡ് ഇറ്റ് കംസ് എവറി 4 ഇയേഴ്സ്. ഓരോ 4 ഇയേഴ്സ് കൂടുമ്പോഴായിരിക്കും ലീപ്പ് ഇയർ വരുന്നത്. 2008, 2012 and 2016 and 2020 were all leap years.
Then how the seasons happens? The change in seasons from summer to winter and then back from winter to summer happen because of two reasons. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് സമ്മർ ടു വിന്റർ, വിന്റർ ടു സമ്മർ ഇങ്ങനെ സീസൺസ് ചേഞ്ച് ആകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ദ ടിൽറ്റ് ഓഫ് ദി എർത്ത് ആക്സിസ്. ഈ എർത്ത് കണ്ടോ, എർത്ത് ആക്സിസ് ഇങ്ങനെ ചരിഞ്ഞാണ് ഇരിക്കുന്നത്, ടിൽറ്റഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ദ ടിൽറ്റ് ഓഫ് ദി എർത്ത് ആക്സിസ്. ആൻഡ് ദി സെക്കൻഡ് റീസൺ ഈസ് ദി ഓർബിറ്റ് ഓഫ് ദി എർത്ത് അറൌണ്ട് ദി സൺ. സെക്കൻഡ് റീസണ് എർത്ത് ഇങ്ങനെ അതിൻ്റെ ഓർബിറ്റിൽ കൂടി ഇങ്ങനെ അറൌണ്ട് സണ്ണിന് ചുറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. അപ്പം two reasons are, first one the tilt of the earth axis and the second reason is the orbit of the earth around the sun. Then the diagram shows the tilt of the earth axis. Then നോക്കിയേ earth axis. It also shows that the equator divides the earth into two equal halves. These are നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ. നോക്കിയേ ഈ ഇക്വേറ്റർ ഡിവൈഡ് ചെയ്ത് രണ്ട് ഹെമിസ്ഫിയേഴ്സ്. നോക്കിയേ മുകളിലത്തെ ഈ പോർഷനാണ് നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്, താഴെ കാണുന്നതാണ് സദേൺ ഹെമിസ്ഫിയർ. ഇന്ത്യ ഈസ് ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ. ഇന്ത്യ എവിടെയാണ് കാണുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഇന്ത്യ കാണുന്നത്. This drawing shows the orbit of the earth and it also shows the earth in two positions on its orbit in June and December. ഈ പിക്ചറിലോട്ട് നോക്കിയാൽ കാണാം ജൂണും ഡിസംബറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. Let us see how what happens when the earth is in these two positions. ഇതെങ്ങനെയാണ് ജൂണിലും ഡിസംബറിലും സീസൺസ് ചേഞ്ച് ആകുന്നതെന്ന് നമുക്ക് പഠിക്കാം. This is an experiment. You will need a big globe and an adjustable reading lamp. Place the lamp at the center of the table and it represents the sun. ഈ ലാമ്പ് എന്ന് പറയുന്നത് സണ്ണിനെ റെപ്രസെന്റ് ചെയ്യാണ്. Look at the diagram of the Earth's orbit and place the globe in the position that says June. Make sure that the axis is tilted in the same direction as in the diagram. Turn on the lamp and focus the light on the lamp. Northern Hemisphere in June. The Northern Hemisphere has summer in June. ഇങ്ങോട്ട് നോക്കിയാൽ ഈ മുകളിൽ കാണുന്ന പോർഷനാണ് നോർത്തേൺ ഹെമിസ്ഫിയർ, താഴെ കാണുന്നതാണ് സദേൺ ഹെമിസ്ഫിയർ. ഇനി നോർത്തേൺ ഹെമിസ്ഫിയറിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ജൂണിൽ സമ്മർ ആയിരിക്കും. ജൂണിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മറാണ്. The northern hemisphere is tilted towards the sun and the rays of the sun fall directly in it. നോക്കിയേ ഈ പിക്ചറിലോട്ടൊന്ന് നോക്കിയാൽ കാണാം ജൂണിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സണ്ണിൻ്റെ റേസ് കൂടുതലായിട്ട് ഡയറക്റ്റ് ആയിട്ടാണ് വരുന്നത്. ഡയറക്റ്റ് ആയിട്ടാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ജൂണിൽ സൺലൈറ്റ് വരുന്നത്. The days are long because the sun rises early and set late. അപ്പം ജൂണിൽ ഒരു ദിവസം എന്ന് പറയുന്നത് കുറെ കാണും, അതുകൂട്ട് തന്നെ സൺ റൈസസ് ഏർലി ആൻഡ് സെറ്റ് ലേറ്റ്. Look at the North Pole. As the Earth spins, the sun never set at the North Pole in June. So the North Pole and the areas around it will be continuous day and never have night at June. This is called polar day. അപ്പം ഈ ഗ്ലോബ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ നിങ്ങൾ ആ ലാമ്പിൻ്റെ അടുത്ത് വെച്ചിട്ട് നിങ്ങൾ ആ എക്സ്പെരിമെൻ്റ് ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ സൺലൈറ്റ് ജൂണിൽ തന്നെ എപ്പോഴും കാണുന്നത്. നെവർ ഹാവ് നൈറ്റ് ഇൻ ജൂൺ. അപ്പം രാത്രി എപ്പോഴും സൺലൈറ്റ് ഉള്ളതുകൊണ്ട് രാത്രി ഇപ്പുറത്തെ സൈഡും ഉണ്ട് ബ്ലാക്ക് പോർഷൻ, ഇത് ഇങ്ങോട്ട് വരുന്നില്ല, ഇവിടെ തന്നെ കാണും. So this is called the polar night. ഇതിനെയാണ് polar night എന്ന് പറയുന്നത്. And the sun is called the midnight sun. സണ്ണിന് പറയുന്ന പേരാണ് ഈ ടൈമിൽ midnight sun. Then next is southern hemisphere in June. The southern hemisphere has winter in June.
മുകളില് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്തായിരുന്നു? സമ്മർ ആയിരുന്നു. സദേൺ ഹെമിസ്ഫിയറിൽ വിൻ്റർ ആണ് ജൂണിൽ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ജൂണിൽ നോക്കിയാൽ സൺലൈറ്റ് നന്നായിട്ട് വന്ന് സൺലൈറ്റ് കിട്ടുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ടാണ് സൺലൈറ്റ് വരുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സദേൺ ഹെമിസ്ഫിയർ നോക്കിയാൽ സദേൺ ഹെമിസ്ഫിയറിലോട്ട് നോക്കിയാൽ ഈ എർത്ത് ഇങ്ങനെ ടിൽറ്റഡ് ആയതുകൊണ്ട് സദേൺ ഹെമിസ്ഫിയറിൽ സൺലൈറ്റ് വരുന്നുണ്ടോ? ഇല്ല. The southern hemisphere is tilted away from the sun. നോക്കിയാൽ സണ്ണിൽ നിന്ന് മാറിയാണ്. It's away from the sun and the rays of the sun fall less directly on this hemisphere. So the days are short because the sun rises late and sets early. Look at the south pole. As the earth rotates, the sun never rises. The south pole and its surrounding areas are always dark in June. നോക്കിയേ ഇവിടെ ഡാർക്ക് തന്നെ. അപ്പം ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്താലും ജൂണിൽ ഇവിടെ ഓൾമോസ്റ്റ് ഡാർക്ക് തന്നെയായിരിക്കും. സോ ദിസ് ഈസ് കോൾഡ് പോളാർ നൈറ്റ്. ഇഫ് യു സ്പിൻ ദ ഗ്ലോബ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ്. സോ ഇതിനെയാണ് പറയുന്നത് പോളാർ നൈറ്റ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്താണ് പറയുന്നത്? പോളാർ ഡേ. സദേൺ ഹെമിസ്ഫിയറിൽ പോളാർ നൈറ്റ്. So in June, while the northern hemisphere has summer and the southern hemisphere has winter. Hope you understand this topic. Thank you, children.